സർവ്വഭൂമിയും യഹോവയായ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, പുതിയ വായനയിലേക്ക് താങ്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നവംബർ 30, ഒന്നാമത്തെ വായനാ ഭാഗം എസ്തേറിൻ്റെ പുസ്തകം 7-8 അധ്യായങ്ങൾ. ഇന്നലെ നമ്മൾ അവസാനം കണ്ടത് രാജാവിൻ്റെ ഷണ്ടന്മാർ വന്ന് ഹാമാനെ എസ്തേർ ഒരുക്കിയ വിരുന്നിന് കൊണ്ടുപോകുന്നതാണ്. ഇന്ന് 7-ാം അധ്യായത്തിൽ അങ്ങനെ രാജാവും ഹാമാനും എസ്തേർ രാജാവോട് കൂടി വിരുന്ന് കഴിപ്പാൻ ചെന്നു. 2-ാം ദിവസവും രാജാവ് എസ്തേറിനോട് ചോദിച്ചു, നിന്റെ അപേക്ഷ എന്താണ്? അതെന്തായാലും നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. എസ്തേർ രാജാവിനോട്, എന്നോട് കൃപയുണ്ടെങ്കിൽ രാജാവ് അങ്ങയുടെ തിരുവുള്ളം എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെയും എൻ്റെ ആഗ്രഹമോർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ. എൻ്റെ ജീവനെയും എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ. ഞങ്ങളെ നശിപ്പിച്ച് കൊന്നുമുടിക്കേണ്ടതിന് എന്നെയും എൻ്റെ ജനത്തെയും വിറ്റുകളഞ്ഞിരിക്കുന്നു. എന്നാൽ ഞങ്ങളെ ദാസീദാസന്മാരായി വിറ്റിരുന്നുവെങ്കിൽ അതിന് പരിഹാരത്തിന് എൻ്റെ കയ്യിൽ, പ്രതിശാന്തിക്ക് എൻ്റെ കയ്യിൽ വകയില്ലെങ്കിലും ഞാൻ മിണ്ടാതിരുന്നേനെ. പക്ഷെ ഇതങ്ങനല്ല. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുലവും എല്ലാം മരണത്തിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പം രാജാവിനിത് മറഞ്ഞിരുന്ന കാര്യമാണ്. രാജാവ് എസ്തേർ രാജയോട് ചോദിക്കുന്നു, അതാരാണ് അങ്ങനെ ചെയ്തത്? അവൻ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പം അവിടെ കിട്ടിയ അവസരം എസ്തേർ അവിടെ ഉപയോഗിക്കുന്നു. അത് വൈരിയും ശത്രുവും ദുഷ്ടനായ ഈ ഹാമാനാണ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഹാമാൻ ഇത് കേട്ടപ്പം രാജാവിൻ്റെ രാജ്ഞിയുടെ മുമ്പിൽ ഭ്രമിച്ചു പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. രാജാവിൻ്റെ രാജ്ഞിയുടെ മുമ്പിലാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നായി, അവരുടെ ഒരു വിഷയത്തിലേക്കായി, അവരുടെ കുലത്തെ മുടിക്കാനുള്ളവനായി മാറി, ശത്രുവായി മാറി. അത് കേട്ട് ഭ്രമിച്ചു പോയി. രാജാവ് ക്രോധത്തോടെ വീഞ്ഞ് വിട്ട് എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് പോയി. അപ്പം അവിടെ രാജാവ് തനിക്ക് അനർത്ഥം നിശ്ചയിച്ചുവെന്ന് ഹാമാന് ബോധ്യമായി. വേറൊരു വഴിയില്ല. എസ്തേർ രാജ്ഞിയോട് തന്നെ തൻ്റെ ജീവരക്ഷയ്ക്കായി അപേക്ഷിക്കാൻ അവിടെ നിന്നു. എസ്തേർ രാജ്ഞിയോട് എന്നെ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, രേഖപ്പെടുത്തിയിട്ടില്ല. രാജാവ് ഉദ്യാനത്തിൽ നിന്ന് തിരിഞ്ഞ് വിരുന്നുശാലയിൽ വന്നപ്പം ഹാമാന് ഈ രാജ്ഞിയുടെ മെത്തയിൽ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. എങ്ങനെയാണ് വീട് കിടന്നറിയില്ല. ഇനി മദ്യം കുടിച്ച് വീണതാണോ അതോ എന്തെങ്കിലും ബോധം കെട്ട് പോയതാണോ എന്നറിയില്ല. എന്തായാലും അവിടെ എസ്തേർ രാജ്ഞി ഇരുന്ന ആ നീളമുള്ള ഇരിപ്പിടത്തിൽ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. അത് കോപം വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് രാജാവിനെ. രാജാവ് ചോദിക്കുകയാണ്, നീ രാജ്ഞിയെ അരമനയിൽ വെച്ച് ബലാത്കാരം ചെയ്യുമോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ കേട്ടു നിന്ന ആൾക്കാർ പെട്ടെന്ന് വന്ന് ഹാമാൻ്റെ മുഖം മൂടുകയാണ്. അപ്പോൾ ഈ ഷണ്ടന്മാരിൽ ഒരുത്തൻ വിളിച്ച് പറഞ്ഞു, രാജാവെ, ഹാമാൻ മൊർദെഖായിയെ കൊല്ലാൻ വേണ്ടി തൂക്കിയ ഒരു കഴുമരം അവൻ്റെ വീട്ടിൽ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു. അന്ന് അതിൽ തന്നെ അവനെ തൂക്കിയേക്കാൻ പറഞ്ഞു. അങ്ങനെ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിൽ ഈ ഹാമാനെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ ക്രോധം, ദേഷ്യം ശമിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 8-ാം അധ്യായത്തിൽ അന്ന് അഹശ്വേരോശ് രാജാവ് യഹൂദന്മാരുടെ ശത്രുവായ ഹാമാൻ്റെ വീട് എസ്തേർ രാജ്ഞിക്ക് കൊടുത്തു. മൊർദെഖായിക്ക് തന്നോട് ഇങ്ങനൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠനാണ് എന്ന് പറയുന്നത് വഴി അതും രാജ്ഞിയുടെ ബന്ധുവിന് രാജാവിൻ്റെ ബന്ധുവായി മാറുകയാണ്. തൻ്റെ മോതിരം ഊരി കൊടുത്തിട്ട് രാജാവ് ഹാമാന് കൊടുത്തിരുന്ന മോതിരം എടുത്ത്, രാജാവിൻ്റെ മോതിരം കൊടുത്തിരുന്നല്ലോ, ആ മോതിരം എടുത്ത് മൊർദെഖായി കൊടുത്തു. എസ്തേർ മൊർദെഖായിയെ ഹാമാൻ്റെ വീടിന് മേൽവിചാരകനാക്കി വെച്ചു. എസ്തേർ പിന്നെയും രാജാവിനോട് സംസാരിച്ച് അവൻ്റെ കാൽക്കൽ വീണു. ഹാമാൻ്റെ ദുഷ്ടതയും അവൻ യഹൂദന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കണം. ഇപ്പോൾ രാജാവ് ഹാമാനെ കൊന്നതേ ഉള്ളൂ, മറ്റേ കാര്യത്തിന് തീരുമാനമായില്ല. അത് തീരുമാനമാക്കണമല്ലോ. രാജാവിനോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ കുലത്തിന്, എൻ്റെ ജനത്തിനെ രക്ഷിക്കണമേ എന്ന് പറയുന്ന കാര്യം അതും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ രാജാവ് രാജ്ഞിയോടും മൊർദെഖായിയോടും
ഒക്കെ കൽപ്പിച്ചു. ഞാൻ ഹാമാൻ്റെ വീട് എസ്തറിന് കൊടുത്തുവല്ലോ. അവൻ യഹൂദന്മാരെ കയ്യേറ്റം ചെയ്യാൻ പോയതുകൊണ്ട് അവനെ കഴുമരത്തിൽ തൂക്കിക്കളയുകയും ചെയ്തു. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിൻ്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്രയിടുവൻ. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. അങ്ങനെ ഈ നേരത്തെ നമ്മൾ വായിച്ച 127 സംസ്ഥാനങ്ങളിലും ദേശാധിപതികൾക്ക് കത്തുകൾ പോവുകയാണ്. അത് കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്ന ആളുകളുടെ പക്കലാണ് കൊടുക്കുന്നത്. എല്ലാ ദേശത്തിലും ഇത് കൊണ്ടുപോയി കൊടുക്കുന്നു, അവിടെ വായിക്കുന്നു, ഒക്കെ സംഭവിക്കുന്നു. അങ്ങനെ അവിടെ ദേശത്തെല്ലാവർക്കും സന്തോഷമായി. ഈ പറഞ്ഞ ശൂഷൻ രാജധാനിയിലും കുറേ ആൾക്കാരുണ്ടല്ലോ, അവിടെയും പണിയിലിരിക്കുന്ന ഒരുപാട് യഹൂദന്മാരുണ്ട്. രാജധാനിയിൽ തന്നെ ഉണ്ട്, രാജധാനിക്ക് പുറത്തുണ്ട്, പട്ടണത്തിലുണ്ട്, ഒക്കെയും യഹൂദന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ വലിയ സന്തോഷത്തിലായി, വളരെ സന്തോഷത്തിലായി. അങ്ങനെ യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. അപ്പോൾ യഹൂദന്മാരെ കുറിച്ചുള്ള ഒരു പേടി ദേശത്തെല്ലായിടത്തുമായി. അപ്പോൾ ഇനി അവിടെ എഴുതി അയച്ച കാര്യത്തിൽ, മൊർദെഖായി എഴുതി അയച്ച കാര്യത്തിൽ, ഈ ദിവസം നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ, ഈ നേരത്തെയുള്ള കൽപ്പന കേട്ടിട്ട് ആരെങ്കിലും ഉപദ്രവിക്കാനോ കൊല്ലാനോ തല്ലാനോ പിടിച്ചു പറിക്കാനോ സ്ത്രീകളെ ഉപദ്രവിക്കാനൊക്കെ വന്നാൽ അവരെ തിരിഞ്ഞു നിന്ന് ഉപദ്രവിച്ച് അവരെല്ലാം കൊന്നുകളയണം. അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നുകളയണം. അവരുടെ വസ്തുവകൾ കൊള്ളയടിക്കണം. ഇതൊക്കെയാണ് അവർക്ക് കത്തിൽ എഴുതി അയച്ച വിവരങ്ങൾ. ഇപ്പം ഈ രാജാവ് ഒരു മണ്ടത്തരമാണ്, അല്ലെങ്കിൽ രാജാവിൻ്റെ തികഞ്ഞ ഒരു ഉത്തരവാദിത്വമില്ലായ്മയും നമുക്ക് അവിടെ കാണാൻ കഴിയും. ആരെങ്കിലും പറയുമ്പോൾ അവർക്ക് മുദ്രമോതിരം ഊരി കൊടുത്തിട്ട് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറയുന്നത് ഒന്നും ഒരു ശരിയായ കാര്യമല്ല. അപ്പം അത് നമുക്ക് ഇതിനകത്ത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത്, അങ്ങനെ ജാതികളിന്മേൽ ഈ യഹൂദരെക്കുറിച്ചുള്ള പേടി വന്നതുകൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു എന്നാണ്. അപ്പം അങ്ങനെ യഹൂദന്മാരായി തീരാൻ ഒക്കത്തില്ല. അത് യഹൂദൻ എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന യാക്കോബ് എന്ന ആ മനുഷ്യൻ്റെ വംശപരമ്പരയിൽ വരുന്നവരെ യഹൂദന്മാരാവുള്ളൂ. പക്ഷെ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ദൈവജനമാകുവാനുള്ളൊരു വ്യവസ്ഥ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അത് പരിച്ഛേദനയായിരുന്നു. പരിച്ഛേദനയേറ്റ് ഈ ദൈവത്തെ ആരാധിച്ച്, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് മറ്റു ദൈവങ്ങളെ അന്യ ദൈവങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് യഹോവയായ ദൈവത്തെ അന്വേഷിക്കുന്ന ആൾക്ക് ഈ ദൈവജനമാകാനുള്ള വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് യഹൂദന്മാരാകുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ അവർ യഹൂദന്മാരാകുന്നില്ല. യഥാർത്ഥത്തിലാകുന്നില്ല. പക്ഷേ ഈ ജാതികളിൽ ജാതികൾ ദൈവത്തിലേക്കും ക്രിസ്തുവിലേക്കും വരുമ്പം എങ്ങനെയാണ് യഹൂദന്മാരാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇസ്രായേലിയരാകുന്നത്, അതുപോലെ അവർക്കും പൂർണ്ണമായ ഒരു യഹൂദനായിരിക്കാനുള്ള വ്യവസ്ഥ ദൈവം അന്നേ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. അതാണ് ഈ 2 അധ്യായങ്ങളുടെയും അവസാനത്തിൽ നമ്മളെത്തുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം. രണ്ടാമത്തെ വായനാഭാഗം ഒബദ്യാവിൻ്റെ പുസ്തകം. ഒബദ്യാവ് ഒരു പ്രവാചകൻ, ഒറ്റ അധ്യായമുള്ള ഒരു പുസ്തകമാണ്. കുറച്ച് വാക്യങ്ങളേ ഉള്ളൂ, 21 വാക്യങ്ങളുള്ള ഒരു ചെറിയ പുസ്തകം, ഒരു അധ്യായം മാത്രം. യഹോവയെ സേവിക്കുന്നവൻ അല്ലെങ്കിൽ യഹോവയെ ആരാധിക്കുന്നവൻ എന്നാണ് ഒബദ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ പ്രവാചകനെ കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും നമുക്ക് ബൈബിളിൽ ലഭ്യമല്ല. ഒബദ്യാവിൻ്റെ ദർശനം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് പോലെ തന്നെ ഒബദ്യാവ് അത്രേ നമുക്കറിയാവും. അത് അത്രയും മാത്രമേ നമുക്കറിയാവൂ. ഇത് ഏദോമിനെക്കുറിച്ച് ഉള്ളൊരു പ്രവചനമാണ്. ഏദോമിനെക്കുറിച്ചുള്ള പ്രവചനം. ഒബദ്യാവ് എന്നൊരു പേര് ഈ വേറെ വ്യക്തികൾ, പേര് മാത്രമല്ല വ്യക്തികൾ, ഒരു 9 വ്യക്തികളെ നമുക്ക് ഈ പഴയ പുസ്തകത്തിൽ ഒബദ്യാവ് എന്ന പേരിൽ വേറെ വ്യക്തികളെ കാണാൻ കഴിയും. പ്രധാനമായിട്ടും ഏദോമിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. ഏദോമും എന്ന് പറയുന്നത് ഇസ്രായേലിയരുടെ പിതാവായ യാക്കോബിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ജ്യേഷ്ഠൻ എന്ന് പറയാനൊക്കത്തില്ല, രണ്ടുപേരും ഒരേ സമയം ഇരട്ടകളായിരുന്നു. ആദ്യം പുറത്തു വന്ന ആൾ എന്ന തരത്തിൽ മാത്രമാണ് യേശാവിന് ജ്യേഷ്ഠാവകാശം. പക്ഷെ അതൊരു
അവകാശം തന്നെയാണ്, അതൊരു പ്രധാന കാര്യം തന്നെയാണ്, ജ്യേഷ്ഠൻ തന്നെയാണ്. രണ്ടാമതാണ് യാക്കോബ് ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ച് പുറത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജ്യേഷ്ഠ സ്ഥാനമുണ്ട്. രണ്ടുപേരും ഒരേ ഇരട്ടകൾ എന്ന് പറയുമ്പോഴും ജ്യേഷ്ഠ അവകാശം അത് അലക്ഷ്യമാക്കി കളഞ്ഞ ഒരാളാണ് ഏശാവ്. ഒരുമിച്ച് ജനിച്ച് ഞാൻ എന്തോ ജ്യേഷ്ഠൻ രണ്ടുപേരും ഒരുപോലല്ലേ എന്ന് പറഞ്ഞ് ജ്യേഷ്ഠാവകാശത്തെ 2-3 സന്ദർഭങ്ങളിൽ അലക്ഷ്യമാക്കി കളഞ്ഞ ആളാണ് ഈ ഏശാവ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ ഏശാവിൻ്റെ വംശപാരമ്പര്യത്തിലുള്ളവരാണ് ഏദോം എന്ന് പറയുന്നത്, ഏദോമിയർ എന്ന് പറയുന്നത്. ചുവപ്പ് എന്നാണ് ഏദോമിൻ്റെ അർത്ഥം. അത് ഏശാവും ചുവന്നവനായിരുന്നു. പിന്നെ ചുവന്ന പായസമായിട്ടുള്ള ബന്ധത്തിൽ ഒക്കെ ഏദോം എന്ന പേരാണ് ഏശാവിന് അതിൻ്റെ സമാന്തരമായി വിളിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ഏദോമിൻ്റെ മക്കളെ ഏദോമ്യർ, ഇദുമ്യർ എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്, ഇദുമ്യർ എന്ന് വായിക്കുന്നതും ഏദോമ്യർ തന്നെയാണ്. നമുക്ക് ബൈബിളിലും ഇദുമ്യരെ കുറിച്ച് നമുക്ക് വായിക്കാൻ പറ്റും. ഇദുമ്യർ എന്നൊക്കെ വായിക്കാൻ പറ്റും. അതും ഏദോമിൻ്റെ മറ്റൊരു പേക്കാണ് ഇദുമ്യർ എന്ന് പറയുന്നത്. ഏശാവ് അന്ന് തന്നെ ഇവരെ വിട്ടു പോവുകയും സെയീർ പർവ്വതത്തിൽ അവർ അഭയം പ്രാപിക്കുകയും ചെയ്തു. ഈ സെയീർ എന്നതിൽ പെട്ര എന്നൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ആ സെയീർ എന്ന് പറയുന്ന പർവ്വതം പാറകളാണ്, കടും തൂക്കായ പാറകൾ ചേർന്ന ഒരു വലിയ സ്ഥലമാണ്, ഒരു പാറയാണ്, പർവ്വതമാണ്. അവിടെയാണ് അവർ താമസിക്കാനായിട്ട് പോയത്. അത് ഈ പട്ടണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ഥലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ശത്രുക്കൾക്കൊന്നും പെട്ടെന്ന് കയറി വരാനൊക്കത്തില്ല. പാറയിടുക്കുകളും വലിയ ചെങ്കുത്തായ പാറകളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിലെ കയറി വന്നാൽ അവർക്ക് വളരെ പരിചിതമാണ് ഈ സ്ഥലം. അവരുടെ മുമ്പിൽ തോറ്റുപോകാൻ അല്ലെങ്കിൽ ക്ഷയം സംഭവിക്കാൻ ഇടയാകുക തന്നെ ചെയ്യും, രക്ഷപ്പെടാനൊക്കത്തില്ല. അപ്പം അത്തരം ഒരു മാനുഷിക ആക്രമണങ്ങളെ ചെറുത്ത് നിൽക്കാൻ തക്കവണ്ണമാണ് ആ സ്ഥലം. പക്ഷേ മനസ്സിലാക്കേണ്ടത്, ഈ പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത്, എന്നാൽ ദൈവത്തിൻ്റെ ആക്രമണത്തെ, ദൈവത്തിൻ്റെ ശിക്ഷയെ ഈ പാറകൾ കൊണ്ടൊന്നും ചെറുത്ത് നിൽക്കാനൊക്കില്ല എന്നുള്ളതാണ്. ഇത് അധികം വായിച്ചു പോകേണ്ട കാര്യം വരില്ല, എന്നാലും നമുക്കത് കുറച്ച് വായിക്കുകയും ചെയ്യാം. ഇവിടെ ഈ യഥാർത്ഥത്തിലൊരു പ്രശ്നം വരുന്നത്, ഏദോമ്യർക്ക് യേശോവിനോട് ദേഷ്യം വരാനുള്ള കാരണം അന്ന് ആ പിതാക്കന്മാരുടെ കാലത്തെ കഥ വെച്ചിട്ട് തന്നെയാണ്. യാക്കോബ് ഏശാവിനെ പറ്റിച്ചു, യാക്കോബ് ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു, യാക്കോബ് കാരണം ഏശാവ് ഓടിപ്പോകേണ്ടി വന്നു. ഇതൊക്കെയാണ് ഇവരുടെ തലമുറയിലുള്ള മനസ്സുള്ള കാര്യം. അപ്പം അങ്ങനെ മുമ്പേ തന്നെ ഈ ഏശാവിൻ്റെ മക്കൾക്ക്, ഏദോമ്യർക്ക് ഈ ഇസ്രായേലുമായിട്ട് വിരോധമുണ്ട്. ആ വിരോധം കിട്ടുന്ന സമയത്തൊക്കെ അവർ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. സംഖ്യ 20-ാം അധ്യായത്തിൽ കനാൻ യാത്രയിൽ അവർ ഏദോമിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ആ സ്ഥലത്തൂടെ പോകാൻ അനുവദിച്ചില്ല. അത് ഒക്കെ ഈ വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ശൗല്, ദാവീദ്, ശലോമോന്, യഹോരാം, ആഹാബ് എന്നീ യഹൂദ രാജാക്കന്മാർക്ക് ഈ ഏദോമുമായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലി രാജാക്കന്മാർക്ക് ഈ ഏദോം ദേശമായിട്ട് യുദ്ധവും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്ന വായനാഭാഗം ഒബദ്യാവിൻ്റെ ദർശനം, യഹോവയായ കർത്താവ് ഏദോമിനെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. യഹോവയെങ്കിൽ നിന്നൊരു വർത്തമാനം കേട്ടിരിക്കുന്നു, ജാതികളുടെ ഇടയിൽ ദൂതനെ അയച്ചിരിക്കുന്നു, എഴുന്നേൽപ്പിൻ, നാം അവളുടെ നേരെ യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ അല്പമാക്കിയിരിക്കുന്നു, നീ അത്യന്തം ധിക്കരിക്കപ്പെട്ടിരിക്കുന്നു. പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും ആർ എന്നെ നിലത്ത് തള്ളിയിടും എന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായവനെ ഏദോമ്യരേ എന്നാണ്. നിന്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെപ്പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാൽ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പാറ ഒരു മാനുഷികമായി അവരെ സംബന്ധിച്ചൊരു ദുർഗം തന്നെയാണ്. അവർക്ക് രക്ഷപ്പെടാനുള്ള സ്ഥലം തന്നെയാണ്. അവർ സേഫാണ് മനുഷ്യരിൽ നിന്ന്. പക്ഷേ ഇവിടെ പറയുന്നത്, നീ എവിടെ പോയി കൂടുവച്ചാൽ, എത്ര സുരക്ഷിതമായിരുന്നാലും ഞാൻ നിന്നെ അവിടുന്ന് ഇറക്കും. കള്ളന്മാർ നിന്റെ അടുക്കൽ വന്നാലോ, രാത്രിയിൽ പിടിച്ചുപറിക്കാർ വന്നാലോ, നീ എങ്ങനെ നശിച്ചു പോയിരിക്കുന്നു. അവർ തങ്ങൾക്ക് മതിയാവുവോളം മോഷ്ടിക്കുകയില്ലയോ? അതുപോലെ എന്നാണ്. മുന്തിരിച്ച പഴം പറിക്കുന്നവർ നിന്റെ അടുക്കൽ വന്നാൽ അവർ ഏതാനും കാലാപ്പഴം ശേഷിപ്പിക്കുകയില്ലയോ? ഏശാവിനുള്ളവരെ കണ്ടുപിടിച്ചിരിക്കുന്നതും അവൻ്റെ നിക്ഷേപങ്ങളെ തിരഞ്ഞു കണ്ടിരിക്കുന്നതും എങ്ങനെ? അപ്പം നിന്നോട് സഖ്യതയുള്ളവരോടൊക്കെ നിന്റെ അതിരോളം അയച്ചു കളഞ്ഞു. അപ്പം ഇവിടെ വീണ്ടും പറയുന്നത്, അവന് ബുദ്ധി ഒട്ടുമില്ല എന്നാണ്. നിനക്ക് ബുദ്ധി ഒട്ടുമില്ലാത്ത ഒരു ജനക്കൂട്ടമായിട്ടാണ് പറയുന്നത്.
ആ നാളിൽ ഞാൻ ഏദോമിൽ നിന്ന് ജ്ഞാനികളെയും വിവേകത്തെയും നശിപ്പിക്കും. വിവേകത്തിന് ഈ ദൈവത്തിൻ്റെ ശിക്ഷ വരുന്ന സമയത്ത് യേശാവിൻ്റെ പർവ്വതത്തിൽ ഏവനും കൊലയാൽ ഛേദിക്കപ്പെടുവാൻ തക്കവണ്ണം തേമാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. നിന്റെ വീരന്മാർ ഭ്രമിച്ചു പോകും. നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസ നിമിത്തം, അപ്പം ഇസ്രായേലിനോട് ചെയ്ത സാഹസ നിമിത്തമാണ് ഈ ഇവർക്കെതിരെ ദൈവത്തിൻ്റെ കോപം ഉണ്ടാകുന്നത്. നീ ലജ്ജ നിന്നെ മൂടും, നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. നീ എതിരെ നിന്ന നാളിൽ അന്യജാതിക്കാർ അവൻ്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോവുകയും അന്യദേശക്കാർ അവൻ്റെ ഗോപുരങ്ങളിൽ കടന്ന് യെരൂശലേമിൽ ചീട്ടിടുകയും ചെയ്ത നാളിൽ തന്നെ നീയും അവരിൽ ഒരുത്തനെ പോലെയായിരുന്നു. അപ്പോൾ ഇവർ ഈ ബാബേൽ രാജാവ് നെബൂഖദ്നേസർ ഇവരെ ആക്രമിക്കാൻ വരുമ്പോഴും ഇവർ സഹായത്തിനുണ്ടായിരുന്നതാണ്. അപ്പം അതൊക്കെയാണ് ഇവരുടെ ഇസ്രായേലിനോട്ടുള്ള സമീപനം. അത്ര കണ്ട് വിരുദ്ധവും വൈരാഗ്യവും ശത്രുതയും പുലർത്തിയിരുന്ന ഒരു കൂട്ടരാണ് ഈ സ്വന്തം സഹോദരൻ്റെ മക്കളായ യേശാവിൻ്റെ മക്കൾ, അല്ലെങ്കിൽ ഏദോമ്യർ. സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു, നീ ചെയ്തിരിക്കുന്ന പോലെ നിന്നോടും ചെയ്യും. അതാണ് ഈ വാക്കിലെ ഒരു അധ്യായത്തിലെ പ്രധാന വാക്യം. അത് ബൈബിളിൻ്റെ മൊത്തം കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമയിൽ തന്നെ മടങ്ങി വരും. എന്നിട്ട് എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിതഗണം ഉണ്ടാകും, അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. അന്ന് യാക്കോബ് ഗൃഹം തീയും യോസഫ് ഗൃഹം ജ്വാലയുമാകും. എന്നാൽ ഏശാവിൻ്റെ ഗ്രഹം താളടിയായിപ്പോകും. ഈ ഏശാവ് ഗ്രഹം പിന്നീട് നെബൂഖദ്നേസർ യെരൂശലേമിനെ പിടിച്ചു കൊണ്ടുപോയി അവരെ ഇല്ലാതാക്കുകയും കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെടുകയും ഒരു രാജ്യമല്ലാതെ വണ്ണം അത് നശിച്ചു പോവുകയും ചെയ്യുമ്പോൾ ഇവർ സഹായിച്ചുവെങ്കിലും പിന്നീട് അവർക്കും ഇതേ ഗതി തന്നെ ഉണ്ടായി. അവരങ്ങനെ ഈ നെബൂഖദ്നേസറിൻ്റെ ആളുകളാൽ തന്നെ നശിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ എന്നിട്ട് അവൻ്റെ അവസാനം വാക്ക്, ഏശാവിൻ്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും, രാജ്യത്വം യഹോവയ്ക്കാവും. അപ്പോൾ രാജ്യത്വം യഹോവയ്ക്കാവുന്ന ആ ഒരു കാലത്തിലും ഈ ദേശം അങ്ങനെ ഉണ്ടാകുകയില്ല. അവിടെ ഈ സിയോനിലുള്ളവർ അല്ലെങ്കിൽ ഇസ്രായേല്യർ തന്നെ അത് കൈവശമാക്കും, അതിനെ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഇത് ഒരു വിലാപ കാവ്യം എന്ന പോലെ തന്നെയാണ്, ഒരു കാവ്യമാണ്, ചെറിയൊരു പാട്ടായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കും. ഇപ്പം നമ്മൾ വായിക്കുന്നത് ഗദ്യമായിട്ടാണ്, പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ രചന എന്ന് പറയുന്നത് ഒരു കാവ്യ രൂപത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഏശാവിൻ്റെ വംശപാരമ്പര്യത്തിലുള്ള ഏശാവിൻ്റെ മക്കളോട് ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ ശിക്ഷ വളരെ കൃത്യമായി വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം കൊണ്ടും വളരെ സംരക്ഷിതരാണ്. പാറക്കെട്ടുകൾ മനുഷ്യർക്ക് വന്നവരെ തോൽപ്പിക്കാനൊന്നും കഴിയുന്നില്ല, അത്ര ചെങ്കുത്തായ പാറകളാണ്. പക്ഷേ ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഏശാവിനല്ല ഒരു ജനസമൂഹത്തിനും കഴിയില്ല, ഒരു മനുഷ്യർക്കും കഴിയുകയില്ലെന്നുള്ള ഒരു വിളിച്ചു പറയലും കൂടിയാണ് ഈ ഓബദ്യാവിൻ്റെ പുസ്തകം. മൂന്നാമത്തെ വായനാഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 3-4 അധ്യായങ്ങൾ, 5 അധ്യായങ്ങൾ, 3 അധ്യായങ്ങളുണ്ട്. അപ്പോൾ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ എബ്രായരോട് തന്നെ പറയുകയാണ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അപ്പോൾ നിങ്ങൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവരാണ്. എന്നിട്ട് പറയും, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു. അപ്പോൾ യേശുക്രിസ്തുവിനെ അവിടെ അപ്പോസ്തലൻ എന്നൊരു വാക്കുകൊണ്ട് പറയുകയാണ്. അപ്പോസ്തലനാണ് യേശുക്രിസ്തു, അപ്പോസ്തലനാണ്. നമുക്കറിയാവുന്ന അപ്പോസ്തലൻ യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരായ അപ്പോസ്തലനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷേ യേശുക്രിസ്തു അപ്പോസ്തലൻ, അയക്കപ്പെട്ടവൻ എന്നാണ് അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സുവിശേഷം അറിയിക്കാൻ നിയോഗിക്കപ്പെട്ട് പുറപ്പെടുന്ന എല്ലാവരും അപ്പോസ്തലന്മാർ തന്നെ ഒരു കണക്കിൽ. അപ്പോൾ അപ്പോസ്തലനുമാണ്, മഹാപുരോഹിതനുമാണ്. അപ്പോൾ 2 കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചോടെ പറയാം. അവനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അപ്പോൾ ഇവിടെ ഇനി പറയാൻ പോകുന്നത് മോശയെക്കുറിച്ചും യേശുവിനെ കുറിച്ചാണ്. മോശെ പഴയ നിയമത്തിൻ്റെ കർത്താവായിരിക്കുമ്പോൾ യേശുക്രിസ്തു പുതിയ നിയമത്തിൻ്റെ കർത്താവാണ്. അവിടെ പറയുന്നത് മോശയും ദൈവഭവനത്തിലേക്ക് വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാണ്. ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. അപ്പോൾ മോശയിലൂടെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയല്ല യേശുക്രിസ്തുവിലൂടെ ഉള്ളത്. മോശയിലൂടെ ദൈവം വെളിപ്പെട്ടതുപോലെയല്ല യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടത്. മോശെ
യാഗങ്ങളൊക്കെ ചെയ്യാനൊക്കെയും കൽപ്പിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു തന്നെ ഒരു യാഗമായി മാറുന്നു. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ യേശുക്രിസ്തുവിനേക്കാൾ ഉയർന്ന ഒരു അവസ്ഥയിലാണ്, മോശയേക്കാൾ ഉയർന്നൊരവസ്ഥയിലാണ് യേശുക്രിസ്തു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. മോശെ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ടാണ്. അപ്പം ഭൃത്യനേക്കാളും പുത്രനാണ് അവകാശം, ഭൃത്യനേക്കാളും പുത്രനാണ് അധികാരം, ഭൃത്യനേക്കാളും പുത്രനാണ് സ്ഥാനം. ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. എന്നിട്ട് പറയുകയാണ് 11-ാമത്തെ വാക്യത്തിൽ ഒരു കോട്ടെടുത്ത് പറയുകയാണ് പഴയ നിയമത്തിൽ, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ക്രോധത്തിൽ സത്യം ചെയ്തു ദൈവം. എന്തുകൊണ്ടാണ്? 40 സംവത്സരം മരുഭൂമിയിൽ അവർ ഇസ്രായേൽ ജനം എന്നെ പരീക്ഷിച്ചു, എന്നെ അനുസരിച്ച് നടന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല, കനാനിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധം കൊണ്ട് സത്യം ചെയ്തു. അത് അവർ സംഭവിക്കുകയും ചെയ്തു. 2 പേർ മാത്രമേ പുറപ്പെട്ടതിൽ കനാൻ ദേശത്ത് പ്രവേശിച്ചുള്ളൂ. എന്നിട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പം, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം. അപ്പം അങ്ങനെ ഒരു നാളുണ്ട്, ഇന്ന് എന്ന് പറയുന്നത് വരെ. അത് ആ നാളെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവ് തന്നെയാണ് ആ നാൾ. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ ഇന്ന് എന്ന് പറയുന്നത് അവൻ്റെ ജീവിത അന്ത്യം വരെ, അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ. അപ്പോൾ അങ്ങനെ ഒരു നാളുണ്ട്. ആ നാൾ വരെ, സാധാരണ മനുഷ്യർ എന്നാണോ മരണം വരെ, ആ മരിക്കപ്പെടുന്ന നാൾ വരെ, ഇന്ന് എന്ന് പറയുന്നിടത്തോളം. അപ്പോൾ അതുവരെയും ഇത് സൂക്ഷിക്കേണ്ടതാണ്. അന്യോന്യം അതിപ്പോൾ ഒന്നുകിൽ അവനവൻ്റെ മരണം വരെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മളെല്ലാവർക്കും ആവശ്യമായ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനും സഹോദരിക്കും എനിക്കും എല്ലാം ആവശ്യമായൊരു കാര്യമാണ് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുക എന്നത്. അങ്ങനെയെങ്കിൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീരും. ക്രിസ്തുവിൻ്റെ പങ്കെന്താണ്? ക്രിസ്തു ദൈവരാജ്യത്തിന് ലഭിച്ചു, അത് നമുക്കും ലഭിക്കും. അതാണ് ക്രിസ്തുവിന് ലഭിച്ചതിൽ പങ്ക്. ക്രിസ്തു നിത്യജീവൻ ലഭിച്ചു, ആ നിത്യജീവൻ നമുക്കും ലഭിക്കും. നിത്യജീവനിൽ ക്രിസ്തുവേശുവോടുകൂടെ പങ്ക്, ഓഹരി, അവകാശം ഇത് ലഭിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. പക്ഷേ ആദ്യ വിശ്വാസം എന്തെങ്കിലും ആയിരുന്നാലും ഒക്കുമോ? അപ്പോൾ ആദ്യ വിശ്വാസം എന്ന് പറയുന്നത് അത് വചനപ്രകാരമുള്ളത് തന്നെ ആയിരിക്കണം. നമുക്കിഷ്ടമുള്ളതോ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ കെട്ടുകഥകളോ ഒക്കെ വിശ്വസിച്ച് പോകുന്ന വിശ്വാസത്തെ സംബന്ധിച്ചല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസം. ആ വിശ്വാസം നിനക്ക് ആദ്യമേ വിശ്വാസം. അപ്പം പൗലോസ് ചിലടത്ത് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഉപദേശത്തിന് വിരുദ്ധമായി സ്വർഗത്തിലെ ദൂതൻ വന്ന് പറഞ്ഞാൽ പോലും, സ്വർഗത്തിൽ ദൂതൻ വന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടറിഞ്ഞാൽ, ഈ വിശ്വാസത്തിന് വിരുദ്ധമായി ദൂതൻ വന്ന് പറഞ്ഞാൽ പോലും നിങ്ങളത് കേൾക്കരുത്, അവൻ ശപിക്കപ്പെട്ടവനാണ് പറയുന്നത്. അപ്പോൾ കേട്ടതെന്താണ്, ഗ്രഹിച്ചതെന്താണ്, മനസ്സിലാക്കിയതെന്താണ്, വിശ്വസിക്കുന്നത് എന്താണ്, സത്യം എന്താണ് എന്നുള്ളത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കുമുള്ളതാണ്. അപ്പോൾ അതാണ് ആ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുക എന്നുള്ളത്. എന്തെങ്കിലും വിശ്വസിച്ചിട്ട് അത് അവസാനം വരെ മുറുകെ പിടിക്കുന്ന, ഞാനിത് വിട്ടു വരത്തില്ല, ഞാനത് നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല, ബൈബിളിൽ കണ്ടതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല, ഞാൻ പണ്ടേ വിശ്വസിക്കൂ എന്ന് പറയുന്ന ആദ്യ വിശ്വാസത്തെ സംബന്ധിച്ചല്ല എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. എന്നിട്ട് അവിടെ താഴോട്ട് വായിക്കുന്നത്, എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടാണ് എന്നും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് 3-ാം അധ്യായത്തിൻ്റെ അവസാനം. 4-ാം അധ്യായത്തിൽ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കരുത്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഭയപ്പെടണം. അവരെ പോലെ തന്നെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നെങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. എന്നാൽ വിശ്വസിച്ച നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിച്ചു. അപ്പം നിങ്ങൾ വിശ്വസിച്ചവരാണ്, ഈ എബ്രായർ എന്ന് പറയുന്നവർ വിശ്വസിച്ചവരാണ്. ആ വിശ്വസിച്ച നിങ്ങളും സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് ആ അധ്യായത്തിൻ്റെ അവസാനം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഇവർക്ക് മനസ്സിലാകാൻ തക്കവണ്ണം എഴുതുകയാണ് എബ്രായർക്ക് മാത്രമല്ല, ലോകത്തിലെ സകല ദൈവമക്കൾക്കും. ആകയാൽ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകരിച്ചത് മുറുകെ പിടിച്ചുകൊള്ളുക. ആ യേശുക്രിസ്തു കടന്നുപോയി എന്നുള്ളത് സത്യമാണ്.
മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് നിത്യജീവൻ പ്രാപിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയെന്നുള്ള വിശ്വാസയോഗ്യമാണ്. അത് മുറുകെ പിടിച്ച് ആ വിശ്വാസം അത് സ്വീകരിച്ചതിന് നിങ്ങൾ വിട്ടുകളയരുത്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അപ്പോൾ അവിടെ പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ പാപം ചെയ്യാനുള്ള സകല സാധ്യതകളും സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ ഉണ്ടായിരുന്നു, അതിനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അവകാശം എന്നുള്ളതല്ല, അവസരം ഉണ്ടായിരുന്നവനാണ് നമ്മളെപ്പോലെ തന്നെ. പക്ഷേ ക്രിസ്തു ആ അവസരങ്ങൾ ഉപയോഗിക്കാതെ പാപത്തിൽ നിന്ന് വിട്ടുനിന്നു. പാപത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അതിന് വേറെ എന്തെങ്കിലും ഒരു ആശയം അതിനകത്ത് വരരുത്. ഇപ്പോൾ പാപം ചെയ്യാനുള്ള സകല സാഹചര്യങ്ങളും യേശുക്രിസ്തു നമ്മളെപ്പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ യേശുക്രിസ്തു പാപം ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്, പല പാപങ്ങളിലും പ്രലോഭനങ്ങളിലും ഒക്കെ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ യേശു അതുപോലെ പരീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ യേശു ആ പരീക്ഷകളെ ജയിച്ചു. യേശു ആ പരീക്ഷകളിൽ വീണില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പലതിലും വീണു പോകുന്നുണ്ട്. അവിടെ പറയാൻ നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ്. അങ്ങനെ പരീക്ഷിക്കപ്പെട്ട ഒരു പുരോഹിതനാണ്, മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അത്തരം പരീക്ഷകളിലൂടെ കടന്നുപോയതുകൊണ്ടോ ആ പരീക്ഷകളുടെയൊക്കെയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതയൊക്കെ ക്രിസ്തുവിന് അറിയാം അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തില്ല. ദൈവത്തിൻ്റെ കൃപാസനത്തിനടുത്ത് ചെല്ലുമ്പോൾ ആ കൃപാസനത്തിനടുത്ത് നമുക്കും ദൈവത്തിനും മധ്യയായിട്ട് ക്രിസ്തു എന്ന ഒരു മഹാപുരോഹിതനുണ്ട്. മനുഷ്യനായ ഇന്ന് നമ്മുടെ ഭൂമിയിൽ കാണുന്ന ഒരു പുരോഹിതനുമല്ല നമുക്കും ദൈവത്തിനും ഇടയിലുള്ളത് ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തുവാണ് നമുക്കും ദൈവത്തിനും ഇടയിലുള്ള മഹാപുരോഹിതൻ. നമ്മൾ പലരെയും പുരോഹിതന്മാരായിട്ട് ഇന്ന് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പുരോഹിതന്മാരെ ആരെയും ദൈവം വാഴിച്ചിട്ടില്ല. ദൈവം ഇന്ന് പുതിയ നിയമകാലത്ത് ഒരേ ഒരു പുരോഹിതനെ നമുക്കുള്ളൂ. ആ പുരോഹിതൻ യേശുക്രിസ്തുവാണ്. അപ്പം അങ്ങനെ പുരോഹിതനുള്ളപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ ഇന്നുള്ള മനുഷ്യനായ പുരോഹിതൻ്റെ പുറകെ പോകേണ്ട കാര്യം, മനുഷ്യന് ആ ഒരു പുരോഹിതന്മാർ ഇതിന് ഇടനിലക്കാരല്ല. ഇന്ന് മനുഷ്യന് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സുവിശേഷം അറിയിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായി. ശുശ്രൂഷ ചെയ്യുക, ഉപദേശിക്കുക, വ്യാഖ്യാനിക്കുക, തർജ്ജനം ചെയ്യുക, അങ്ങനെയുള്ള ദൈവിക ശുശ്രൂഷകളാണ് തന്നിരിക്കുന്നത്. അല്ലാതെ ഒരു പുരോഹിതൻ എന്ന തരത്തിലേക്ക് ആരെയും ഇക്കാലത്ത് ദൈവം നിയമിച്ചിട്ടില്ല. അത് പുരോഹിതൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മഹാപുരോഹിതൻ്റെ അടുത്ത്, ഒരു മധ്യസ്ഥൻ്റെ അടുത്ത്, ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ധൈര്യമായി നമുക്ക് ചെല്ലാം. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ മധ്യസ്ഥൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. 5-ാമത്തെ അധ്യായത്തിൽ ഈ പുരോഹിതനെ സംബന്ധിച്ച് തന്നെ വീണ്ടും തുടർച്ചയായി പറയുന്നുണ്ട്. അത് 5-ാമത്തെ അധ്യായമായിട്ട് നമ്മൾ ഇതിവിടെ കാണുന്നെങ്കിലും അത് നേരത്തെ പറഞ്ഞ മഹാപുരോഹിതൻ എന്നതിൻ്റെ തുടർച്ചയാണ്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അപ്പം താനും ബലഹീന ഉള്ളവനാണ്. ഈ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന ഏതൊരു പുരോഹിതനും ബലഹീനത ഉള്ളവനാണ്. അവൻ അറിവില്ലാത്തവരും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിന് വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവനാണ്. അത് വർഷത്തിലൊരിക്കൽ അങ്ങനെ ഒരു ക്രമീകരണം പഴയ നിയമകാലത്തുണ്ടായിരുന്നു. അത് അതിവിശുദ്ധ സ്ഥലത്ത് കടക്കാനുള്ളൊരു ദിവസമാണ്. ആ സമയത്ത് അവിടെ അത് ചെയ്യുമ്പോൾ ഈ തനിക്ക് വേണ്ടിയും ജനത്തിന് വേണ്ടിയും പാപയാഗം അർപ്പിക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു എന്താ ചെയ്തത്? അതാണ് ഇവിടെ വായിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഐഹികകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനും ഉറച്ച നിലവിളിയോടും കണ്ണീരോടും അപേക്ഷിക്കുകയും അഭയയാതനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. എന്നിട്ട് തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഒരു കാര്യം പറയുന്നുണ്ട്, അങ്ങനെ നീ മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്നും പറയുന്നുണ്ട്. മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. അത് സങ്കീർത്തന പുസ്തകത്തിലെ ഒരു കാര്യമാണ്, ഈ മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്നുള്ളത്. അത് ശരി, അത് ഞാൻ പറയാം. അപ്പോൾ ആ മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ പൗരോഹിത്യം ലേവി ഗോത്രത്തിനാണ്, ലേവി ഗോത്ര പൗരോഹിത്യം. പക്ഷേ യേശുക്രിസ്തു ലേവി ഗോത്രത്തിനുള്ളവനല്ല. യേശുക്രിസ്തു മറ്റൊരു ഗോത്രമായ യഹൂദ ഗോത്രത്തിലുള്ളയാളാണ്. എന്നാൽ മൽക്കീസേദക്ക് ഈ മോശയും ഇസ്രായേൽ ജനവും അല്ലെങ്കിൽ നിയമങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ അത്യുന്നതനായ പുരോഹിതനായിരുന്നു.
അത് നമ്മുടെ അബ്രഹാമിൻ്റെ സമകാലികനായിരുന്നു. അബ്രഹാം അദ്ദേഹത്തിന് ദശാംശം കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദശാംശം കൊടുക്കുന്ന ആർക്കാണ്? പുരോഹിതനാണ്. അപ്പോൾ അന്ന് ആ പൗരോഹിത്യത്തിന് നിയമങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അബ്രഹാം ദശാംശം കൊടുത്തിരുന്ന ഈ ലേവി ഗോത്രത്തിലല്ലാത്ത ഒരു പുരോഹിതൻ മൽക്കീസേദക്ക് അന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. മൽക്കീസേദക്കിന് ക്രമമൊന്നുമില്ല, ഇന്ന ഗോത്രത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ലേവി ഗോത്രത്തിൽ ഉൾപ്പെടാത്ത മറ്റൊരുവനെ മൽക്കീസേദക്കിനെ പോലെ ദൈവം മഹാപുരോഹിതനാക്കി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മഹാപുരോഹിതനാക്കി മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്തെ ലഭിച്ചിരിക്കുന്നു. അപ്പം ഈ യഹൂദ ഗോത്രത്തിലുള്ളവർ അവൻ ലേവി ഗോത്രത്തിലുള്ളവനല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുകയാണ് യേശുക്രിസ്തു മഹാപുരോഹിതനാണ് ലേവി ഗോത്രത്തിലല്ലാത്ത ഒരു മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം. അത് നേരത്തെ സങ്കീർത്തന പുസ്തകത്തിൽ തന്നെയുള്ള ഒരു പ്രവചനവുമാണ്. അതിവിടെ നിവൃത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഇതറിയാവുന്ന ആൾക്കാർക്ക് അത് അറിയുള്ളൂ. അതറിയാവുന്നവർക്കാണ് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഈ പൗലോസ് അപ്പോസ്തലനോ ഇതിൻ്റെ എഴുത്തുകാരൻ ആരായാലും ആ എഴുത്തുകാരൻ അതിനെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ട് അത് ഈ എബ്രായർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പുസ്തകം എബ്രായർക്ക് എഴുതിയ ലേഖനം നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് കൃത്യമായ പിക്ചർ വരച്ച് കാട്ടുന്ന പുസ്തകമാണ്. ഈ ഒരു പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് അറിയുന്നത് പോലെ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധ്യമാകരുത്. ദൈവം വലിയവൻ, ദൈവത്തിന് വലിയ വലിയ സ്തോത്രം ചെയ്യാൻ നമ്മൾ മനസ്സ് തുറന്നു പോവുകയാണ് ഈ സമയത്ത്. എന്നിട്ട് താഴോട്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട് എന്ന് എബ്രായരോട് പറയുകയാണ്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട്, എന്നുവെച്ചാൽ ആദ്യകാലങ്ങളിലുള്ളതുപോലുള്ള ഒരു അവസ്ഥയിലല്ല, നിങ്ങൾ കേൾക്കാൻ മാന്യമുള്ളവരായി തീർന്നു എന്നാണ്. മാന്യമുള്ളവരല്ല ജന്മന, അല്ലെങ്കിൽ പണ്ടേ നിങ്ങൾ മാന്യതയുള്ളവരല്ല, മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ അങ്ങനെ കേൾക്കാനൊരു മാനസികാവസ്ഥയിലല്ല. അതുകൊണ്ട് അത് തെളിയിച്ചു തരാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക്, എബ്രായർക്ക് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളായി ഇരിക്കുന്നവരോട് പറയുകയാണ്, കാലം വെച്ച് നോക്കിയാൽ നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വന്ന ഇത്രയും നാളിൽ നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ആദ്യ പാഠങ്ങളെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. നമ്മളോടും ഇതാണ് പറയുന്നത്. നമ്മളിന്ന് ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ സത്യം അന്വേഷിക്കുകയും അത് ഉപദേശിക്കുന്ന തരത്തിലേക്ക് ഉയരേണ്ടവരുമാണ്. പക്ഷെ ഇപ്പോൾ വീണ്ടും ഈ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വീണ്ടും ഉപദേശിപ്പാൻ ആവശ്യമായി വന്നിരിക്കുന്നു. പക്ഷേ ഇത് നമ്മൾ വീണ്ടും കേൾക്കുമെന്ന് മനസ്സിലാക്കേണ്ട. ആദ്യം തന്നെ പറഞ്ഞതുപോലെ കേട്ടത് ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ നമുക്ക് ഈ വചനഭാഗങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുന്നത് ആവശ്യമായി വരും. ആ കേട്ടത് തന്നെ നിൽക്കുവാൻ പറയുന്നുണ്ടല്ലോ. എന്താണ് പറഞ്ഞത്? ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുവാൻ. അപ്പോൾ ആദ്യ വിശ്വാസം നമ്മൾ വീണ്ടും 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 വായിച്ച് അത് ഉറപ്പിക്കുന്നത് ആവശ്യമാണ്. എന്താണ്? അവസാനം വരെ നിൽക്കുമ്പോൾ ഈ വിശ്വാസം നിൽക്കണ്ടേ? അതിനിത് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മളിത് വായിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. അവിടെ പറയുന്നത് നിങ്ങൾക്ക് വീണ്ടും ഉപദേശിച്ചു തരാൻ ആവശ്യമായിരിക്കുന്നതാണ്. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയജയമുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ വളരണം എന്നുള്ളതാണ്. അപ്പോൾ പഠിച്ചെടുത്ത് തന്നെ നിൽക്കാതെ ഈ മനസ്സിലാക്കിയെടുത്ത് നിന്ന് ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ളത്. അപ്പോൾ ക്രിസ്തു എങ്ങനെയാണ് തലയാകുന്നത്? അത്രത്തോളം നമ്മൾ വളരണം എന്നുള്ളത്. നിന്നിടത്ത് നിന്ന് പോകുന്നൊരവസ്ഥയ്ക്കല്ല ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ, ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ, ദൈവത്തിൻ്റെ ആവശ്യത്തിൻ്റെ ഒക്കെയും അവസ്ഥ. അപ്പം വന്നവർ വളരണം, കൂടുതൽ വളരണം. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നവനും 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും ഒരുപോലെ അല്ലല്ലോ. അവൻ വളർച്ച കൊണ്ടാണല്ലോ 10-ാം ക്ലാസ്സിലെ പാഠങ്ങൾ അവന് ഹൃദയസ്ഥമാക്കാൻ കഴിയുന്നത്. 1-ാം ക്ലാസ്സുകാരന് മുമ്പിൽ 10-ാം ക്ലാസ് ഒരു പരീക്ഷ ഇട്ടാൽ അവന് പാസ്സാകത്തിനൊക്കത്തില്ല. 10-ാം ക്ലാസ്സുകാരന് 1-ാം ക്ലാസ്സിലെ പരീക്ഷ ഇടുന്നത് വളരെ വിവേചനം, തെറ്റായ കാര്യവുമായി മാറും. കാരണം വെച്ചാൽ 10-ാം ക്ലാസ്സിൽ നിൽക്കുന്ന ഒരാൾക്ക് 1-ാം ക്ലാസ്സിലെ പരീക്ഷയിട്ട് അപഹാസ്യം പരിഹസിക്കുന്ന പോലെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലാണോ നമ്മൾ ഓരോരുത്തരും ഒന്നും നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ വളർന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ വളരണം എന്നുള്ളതാണ് അവസാന ഭാഗത്തെ ഉപദേശത്തിൽ നിന്നും പറയാനുള്ളത്. 3 ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. 3 ദിവസം മുമ്പ് എനിക്ക് വന്ന ഒരു നാക്കുവഴിയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. ഞാൻ പൗലോസ് അപ്പോസ്തലൻ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നുള്ളത് വേറൊരു ഗോത്രത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്.
അത് എൻ്റെ ഒരു നാക്കുപിഴയായിരുന്നു, അറിവില്ലാതെ സംഭവിച്ചതല്ല. പക്ഷേ ആ നാക്കുപിഴ ഞാനിപ്പോൾ തിരുത്തുകയും കേട്ടവരോട് അതിനോടുള്ള ക്ഷമയും ചോദിക്കുന്നു. എന്നാൽ എൻ്റെ തൃശ്ശൂരുള്ള ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ആ ഒരു പിഴ എന്നെ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹത്തിനോടുള്ള നന്ദിയും ഈ സമയം ഞാൻ രേഖപ്പെടുത്തുന്നു. നമുക്ക് ദൈവം തന്ന ഈ ഒരു വലിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നാളെ പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.